ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ സാക്കിനായ മീം വരുന്നുണ്ട്. സാക്കിനായ മീമിന് 3 വിധികളാണുള്ളത്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, അതായത് മീമിനെ മീമിലേക്ക് ചേർത്ത് ഗുന്നത്തോടുകൂടെ ഉച്ചരിക്കണം. ഉദാഹരണം, വലക്കും മാ കസബ്തും വലക്കും മാ വഅൻതും മുസ്ലിമൂൻ. വഅൻതും മു രണ്ടും കൂടെ കൂട്ടി ഇദ്ഗാം ചെയ്ത് ഗുന്നത്തോടുകൂടെ ഓതി. രണ്ടാമത്തത്, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. ബാ അലൈഹിം ബിമുസൈത്തിർ, അലൈഹിം ബി വഹും ബിറബ്ബിഹിം. അവിടെ ഇഖ്ഫാ ചെയ്താണ് ഓതേണ്ടത്. ഇതല്ലാത്ത ബാക്കി ഏതും ഇൽഹാറാണ്. ഇൽഹാറിൽ തന്നെ വാവ്, ഫ എന്നീ അക്ഷരങ്ങൾ സാക്കിനായ മീമിന് ശേഷം വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതണം. നന്നായി ഇൽഹാർ ചെയ്യണം. കാരണം ചിലപ്പോൾ നൂനായി മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ എന്ന് വന്നാൽ തെറ്റാണ്. അലൈഹിം വ അവിടെ തെൻവീന് പോലെയാണ് വരുന്നത്. അലൈഹിം വ ഹും ഫീഹ, ഹും ഫീഹ അവിടെ നൂന് പോലെയായി മാറും. ഹും ഫീഹ, ഹും ഫീ. കാണുന്നുണ്ടോ? അപ്പോൾ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി ഏതക്ഷരം വന്നാലും ഇൽഹാർ. അതിൽ തന്നെ വാവ്, ഫ കൂടുതൽ ശ്രദ്ധിച്ച് ഇൽഹാർ ചെയ്ത് ഓതേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് അക്ഷരം തന്നെ മാറിപ്പോകും.